ഹലോ മക്കളെ, ഈ തവണത്തെ ഓണത്തിന്റെ എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തീരെ സമയം പാഴാക്കുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് പോകാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നെയിം ദ പാർട്ട് ഓഫ് ഹീറ്റിംഗ് എക്യുപ്മെന്റ് ഇൻ വിച്ച് ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റുന്ന താപന ഉപകരണങ്ങളുടെ ഭാഗം ഏതാണ്? അതായത് വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്, ഹീറ്റിംഗ് അപ്ലയൻസിൽ, ഇസ്തിരിപ്പെട്ടിയിലൊക്കെ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ആൻസർ ചെയ്താൽ എന്താണ്? ഹീറ്റിംഗ് കോയിലാണ്. അത്രേ പരിപാടിയുള്ളൂ. ഇനി അടുത്ത ചോദ്യം മക്കൾ നോക്കിക്കോ. നെയിം ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു മേക്ക് ദിസ് പാർട്ട്. ഈ ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം, ഒരു സംശയമല്ലാതെ എൻ്റെ മക്കൾ എഴുതി വെക്കണം, എന്താണ്? നിക്രോമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Write any two characteristics properties of this part. ഈ ഭാഗത്തിന്റെ ഏതെങ്കിലും രണ്ട് സ്വഭാവ സവിശേഷതകൾ എഴുതാനാ പറഞ്ഞു. എടാ, നിക്രോമിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് എഴുതി വെക്കണം. ഒന്നാമത്തത് ഹൈ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി, രണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അഥവാ ഉയർന്ന ദ്രവണാങ്കം, മൂന്ന് എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, അല്ലെങ്കിൽ ഓക്സീകരിക്കപ്പെടാതെ ഒരുപാട് സമയം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവുണ്ട് ആർക്ക്? നിക്രോമിന്. സെറ്റാണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് ഫിലമെന്റ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഒരു സംശയമില്ലാതെ നിങ്ങൾ എഴുതി വെച്ചോ, ടെങ്സ്റ്റൺ. മാറിപ്പോകാൻ പാടില്ല, ടെങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത് ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഫിലമെന്റ്. അതായത് ടെങ്സ്റ്റണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നേരത്തെ നിങ്ങൾ നിക്രോമിന്റെ പ്രത്യേകത എന്താണോ പഠിച്ചത്, ആദ്യത്തെ 2 പോയിന്റ് തന്നെയാണ് ഇവിടെയും വരിക. ആ 2 പോയിന്റുകൾ മാറുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി, 2 ഹൈ മെൽറ്റിംഗ് പോയിന്റ് അഥവാ ഉയർന്ന ദ്രവണാങ്കം. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് ഹൈ ഡക്റ്റിലിറ്റി. എന്താ ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ കമ്പികളാക്കാൻ പറ്റും. നാലാമത്തെ പോയിന്റ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ, അല്ലെങ്കിൽ ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തു വിടാനുള്ള കഴിവുണ്ട് ആർക്ക് മക്കളെ? നമ്മുടെ ടെങ്സ്റ്റണ്. സെറ്റാണേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. Why these lamps are filled with nitrogen or inert gas? എന്തുകൊണ്ടാണ് ഈ ലാമ്പിൽ നൈട്രജൻ അല്ലെങ്കിൽ അലസവാതകം നിറയ്ക്കുന്നത്? എന്തിനാണ് ബൾബിൻ്റെ അകത്ത് അലസവാതകം നിറയ്ക്കുന്നത്, ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ എഴുതി വെക്കണം. വേപ്പറൈസേഷൻ കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലസവാതകത്തിനെ ഇനേർട്ട് ഗ്യാസിനെ നിറയ്ക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചാൽ മതി. വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് ഇനേർട്ട് ഗ്യാസ് ഇൻ ടു ദ ബൾബ് അറ്റ് ലോ പ്രഷർ, അല്ലെങ്കിൽ ബാഷ്പീകരണം കുറയ്ക്കാനായി നമ്മൾ ബൾബിന്റെ അകത്ത് കുറഞ്ഞ മർദ്ദത്തിൽ ആരെ നിറയ്ക്കും? അലസവാതകത്തിന് നിറയ്ക്കും. ഓക്കെ, ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മൾ പോവാണ്. മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ്, അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പോരായ്മ എഴുതുക എന്നാ പറഞ്ഞത്. നിങ്ങളോട് പറയാ എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പോരായ്മ. അപ്പം നിങ്ങൾ എഴുതി വെക്കണം. നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിലേക്ക് കറണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് വർക്ക് ചെയ്യണം, കറണ്ട് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ മേജർ പാർട്ട്, വലിയൊരു ഭാഗം ഹീറ്റ് എനർജി ആയിട്ട് താപോർജ്ജമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതതിൻ്റെ പോരായ്മ. നമ്മൾ ബൾബ് നന്നായി കത്തട്ടെ വിചാരിച്ചിട്ട് കുറേ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറണ്ടിന്റെ വലിയൊരു ഭാഗം എന്താവുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് താപോർജ്ജമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ഇതാ ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. എ മേജർ പാർട്ട് ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ടു ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്, അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിന് എന്തുണ്ടെന്ന് പറയുന്നത്? പോരായ്മ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതിന്റെ പോരായ്മ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക, ഫുൾ മാർക്കാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇതാണ് ചോദ്യം. വൈ ഇൻകാൻഡസെന്റ് ലാമ്പ് ആർ ഇവാക്യുവേറ്റഡ്. എന്തുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ വായു ശൂന്യമാക്കുന്നത്? എന്തിനാ? ഓക്സിഡേഷൻ നടക്കാതിരിക്കാനാ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഓക്സീകരണം തടയാനാണ് ബൾബിനകവശം നമ്മൾ എന്ത് ചെയ്യുന്നത്? വായു ശൂന്യമാക്കുന്നത്. ഇതങ്ങോട്ട് എഴുതി വെച്ചേക്കുക, മാർക്ക് നേടുക. അത്രയുള്ള പരിപാടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്ചാർജ് ലാമ്പ് ആർ ഗിവൺ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അതായത് നമ്മൾ ഡിസ്ചാർജ് ലാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിലാക്കി ഏതാണ് പറഞ്ഞു. അപ്പോൾ ഒന്നാമതായിട്ട് മക്കൾ എഴുതേണ്ടതെന്ന് അറിയോ? മെയിൻറ്റെയിൻ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതാണ് ഒന്നാമതായിട്ട് വരിക. അതായത് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ കൊടുക്കും.
ഓക്കെ, അങ്ങനെ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജ നിലയിലെത്തും അല്ലെ. വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജ നിലയിൽ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾ അറ്റൈൻ ഹൈ എനർജി ലെവൽ. ഇതാണ് രണ്ടാമത്തെ വരിക. ഇനി എന്ത് സംഭവിക്കും മക്കളെ? റേഡിയേറ്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് ലൈറ്റ്. അതായത് നമ്മളെ ഈ വാതക തന്മാത്രകൾ എന്ത് ചെയ്യും? പ്രകാശ രൂപത്തിൽ ഊർജത്തിനെ പുറത്തുവിടും. ഇനി ലാസ്റ്റ്, തന്മാത്രകൾ സാധാരണ ഊർജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയും മോളിക്യൂൾസ് റീച്ച് നോർമൽ എനർജി ലെവൽ ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി. ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഈ കണ്ട ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മക്കൾ എന്തായാലും മിസ് ചെയ്യരുത്. അടിപൊളി ക്ലാസ് ആട്ടോ. വേറെ ആരെങ്കിലും എടുത്താൽ ഞാൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. റൈറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് ഓവർ ഫിലമെന്റ് ലാമ്പ്. അതായത് ഫിലമെന്റ് ലാമ്പുകൾക്ക് പകരം ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 2 മേന്മകൾ ഏതാണ് പറഞ്ഞു. എടാ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഒരു പോരായ്മ നമുക്കറിയാലോ, അതങ്ങോട്ട് ആദ്യം എഴുതി വെക്കുക. നോക്ക്, എന്താണ്? എനർജി ലോസ് ഈസ് സ്മോൾ. എവിടെ? നമ്മൾ ഡിസ്ചാർജ് ലാമ്പിൽ. ഇൻകാൻഡസെന്റ് ലാമ്പിൽ അങ്ങനെയല്ലേ? ഭയങ്കര എനർജി ലോസ് ആയിനി, ഊർജ്ജ നഷ്ടം ഭയങ്കരമായിനി. എന്നാൽ ഇവിടെ ഊർജ്ജ നഷ്ടം എന്താണ്? കുറവാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക, ലോങ് ലൈഫാണ്. ഒരുപാട് കാലം നിൽക്കും, ഈട് നിൽക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പെട്ടെന്ന് വിടക്കായി പോകില്ല. എന്നാൽ നമ്മുടെ ഫിലമെന്റ് ലാമ്പ് പെട്ടെന്ന് വിടക്കായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അടുത്ത ചോദ്യം, നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞത് ഇതിൽ ഏതൊക്കെയാണ് സീരീസിൽ വരുന്നത്, ഏതൊക്കെയാണ് പാരലൽ വരുന്നത്, ശ്രേണി രീതിയും സമാന്തര രീതിയിലായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യണം. അത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, വെൻ ദ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻക്രീസസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അതായത് പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്ത് സഫല പ്രതിരോധം കൂടും എന്ന് പറയുന്നു. അതേതാ? സീരീസ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതെന്താണ്? ശ്രേണി രീതിയാണ്. ഓക്കെ, ശ്രേണി രീതി. ഇനി രണ്ടാമത്തത്, when number of resistors increases effective resistance decreases. അപ്പോൾ അതേതായിരിക്കും? പാരലൽ കണക്ഷൻ ആയിരിക്കും, സമാന്തര രീതി ആയിരിക്കും. മൂന്നാമത്തത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് സെയിം ഫോർ ഓൾ റെസിസ്റ്റേഴ്സ്. എല്ലാ റെസിസ്റ്റേഴ്സിനും എല്ലാ പ്രതിരോധങ്ങൾക്കും അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണ്. എന്താ? പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതിയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെന്റ്. ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമാണ്. അപ്പോൾ എന്തായിരിക്കും? ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തോ ലാസ്റ്റത്തോ ആണ് എന്ത്? സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി. ബാക്കി രണ്ടെണ്ണം എന്താണ്? പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതിയാണ്. ഇത്രയും പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള സീരീസിൻ്റെയും അതുപോലെ തന്നെ പാരലലിൻ്റെയും ശ്രേണിയുടെയും സമാന്തരത്തിൻ്റെയും പോയിന്റ് കൂടി മക്കൾ പഠിച്ചു വെക്കണം. അതിൻ്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ലൈവുമായിട്ട് നമ്മൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ പരീക്ഷേൻ്റെ തലേന്ന്, അതായത് 9-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് ഞാൻ എത്തും. നിങ്ങൾ എല്ലാവരും എത്തണം. നമ്മൾ അടിച്ച് പൊളിച്ച് പഠിക്കാൻ പോകും കേട്ടോ. ആ ഒരു ദിവസം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ തന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് നിർത്തുക. ഓക്കെ, ഇനി എല്ലാവരും നോക്കിയോ? അടുത്ത ചോദ്യം, റൈറ്റ് ദ വർക്കിംഗ് ഓഫ് സേഫ്റ്റി ഫ്യൂസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. എടാ, സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷാ ഫ്യൂസിന്റെ പ്രവർത്തനം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് എഴുതരുത്, ഓരോ പോയിന്റ് ആയിട്ട് എഴുതുക. അപ്പോൾ പഠിക്കാനൊരു സുഖം ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിങ് ഒക്കേഴ്സ്. രണ്ടാമത്തെ പോയിന്റ്, കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇൻക്രീസസ്. അപ്പോഴോ എക്സസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ ഫ്യൂസ് വയർ. അപ്പോൾ ഹീറ്റ് കൂടി, ഫ്യൂസ് വയറുള്ള താപം കൂടി. അപ്പോഴോ ഡ്യൂ ടു എക്സസ് ഹീറ്റ് ഫ്യൂസ് വയർ വിൽ മെൽറ്റ് ബിക്കോസ് ഓഫ് ലോ മെൽറ്റിംഗ് പോയിന്റ്. അങ്ങനെയോ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. അപ്പോൾ സർക്യൂട്ട് പൊട്ടിപ്പോയി അല്ലെ. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ നോക്കി മക്കളെ, ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ സംഭവിക്കുന്നു. അപ്പോൾ സർക്യൂട്ടിന് അമിതമായ വൈദ്യുതി ഉണ്ടാവും. അപ്പോഴോ അമിത വൈദ്യുത പ്രവാഹം കാരണം ഫ്യൂസ് വയർ എന്തായി പോവും? ഉരുകിപ്പോവും അല്ലെ. എന്താ കാരണം? ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്ക, പെട്ടെന്ന് ഉരുകിപ്പോവും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലാസ്റ്റ് പോയിന്റ്, സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. അപ്പോൾ അടുത്ത ചോദ്യം നോക്കി മക്കളെ, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂസ് വയർ. അതായത് ഫ്യൂസ് വയറിന്റെ ഏതെങ്കിലും 2 സ്വഭാവ സവിശേഷതകൾ ഏതാണ് പറഞ്ഞത്. അവിടെ ഫ്യൂസ് വയറിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് എഴുതാം, ഫ്യൂസ് വയർ വർക്ക്സ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലം വെച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഫ്യൂസ് വയർ പ്രവർത്തിക്കുന്നത്. അതൊന്ന് എഴുതാലോ, സിമ്പിളായിട്ട് എഴുതാൻ പറ്റും അല്ലെ. നമ്മളെ ഇസ്തിരിപ്പെട്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് താപഫലം വെച്ചിട്ടാ. അതേപോലെ തന്നെ ഫ്യൂസ് വയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ താപഫലം വെച്ചിട്ടാ. രണ്ടാമത്തെ പോയിന്റ്, ഫ്യൂസ് വയർ ഈസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഫ്യൂസ് വയർ ടിന്നിന്റെയും ലെഡിന്റെയും ലോഹസങ്കരമാണ്. എടാ, ടിന്നിൽ ലഡു എന്ന് ആലോചിച്ചാൽ മതി.
ടിന്നില് ലഡു, ടിന്ന് ലെഡ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത് മക്കളെ? നമ്മൾ ഫ്യൂസ് വയർ ഉണ്ടാവുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഫ്യൂസ് വയർ ഈസ് കണക്റ്റഡ് സീരീസ് ഇൻ എ സർക്യൂട്ട്. ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുക? ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യുക. ഇത് അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഈ സാധനങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, റൈറ്റ് എനി ടു പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വിൽ ഇൻക്ലൂഡിംഗ് ഫ്യൂസ് വയർ ഇൻ എ സർക്യൂട്ട്. നമ്മൾ ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ തവണത്തെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഫ്യൂസ് വയർ എന്തായാലും ഈ തവണത്തെ എക്സാമിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ യഥാസ്ഥാനത്ത് ദൃഢമായി ബന്ധിപ്പിക്കണം. അല്ലെങ്കിൽ ടു എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. അതായത് എവിടെയാണോ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അവിടെ കൃത്യമായിട്ടും ശക്തമായിട്ടും നമ്മൾ രണ്ട് എൻഡുകൾ എന്ത് ചെയ്താൽ കണക്ട് ചെയ്ത് വെച്ചേക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കണം. അതായത് ദ ഫ്യൂസ് വയർ ഷുഡ് ഹാവ് അപ്രോപ്രിയേറ്റ് ആംബിയറേജ്. അപ്പോൾ നമ്മൾ എത്രയാണോ ആ സർക്യൂട്ടിൽ അല്ലേ കറണ്ട് വരുന്നതൊക്കെ നമ്മൾ നോക്കിയിട്ട് എത്രയാണോ ആംബിയറേജ് സെലക്ട് ചെയ്യേണ്ടത് ആ കറക്റ്റ് ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ എന്ത് ചെയ്യണം മക്കളെ? സെലക്ട് ചെയ്യണം എന്നുള്ള പോയിന്റ് കൂടി ഒന്ന് എഴുതി വെച്ചേക്കുക. അടുത്ത പോയിന്റ്, റൈറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് LED. എടാ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഞാനിവിടെ ഡേഞ്ചറിന്റെ ചിഹ്നം വരച്ചു വെക്കുക. ഡേഞ്ചർ ചിഹ്നം വരച്ചു വെക്കുക. എന്താ അറിയോ, ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ആടുതല പോലെ ഉണ്ടല്ലോ, എന്നാലും വേണ്ടില്ല. നോക്കി, അപ്പോൾ എന്താണ് LED-യുടെ അഡ്വാൻറ്റേജസ്? ആസ് ദർ ഇസ് നോ ഫിലമെന്റ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പിൻ്റെ ഒരു പോരായ്മേനി, അതിന് ഫിലമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ താപരൂപത്തിൽ അല്ലേ അല്ലെങ്കിൽ ഹീറ്റിന്റെ ഫോമിൽ എനർജി ലോസ് ആവുന്നുണ്ട്. എന്നാൽ നമ്മുടെ LED-ന്റെ അകത്ത് എന്തില്ല? ഫിലമെന്റ് ഇല്ല. അതുകൊണ്ട് താപരൂപത്തിൽ ഊർജ്ജം എന്താവുന്നില്ല? നഷ്ടാവുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, ദർ ഇസ് നോ മെർക്കുറി ഇൻ LED. LED-ന്റെ അകത്ത് എന്തില്ല? മെർക്കുറി ഇല്ല. അപ്പൊ മെർക്കുറി ഇല്ലെങ്കിലുള്ള ഗുണം എന്താ? എടാ മെർക്കുറി ഉണ്ടെങ്കിൽ നമ്മൾ ആ LED എന്ന് പറഞ്ഞ സാധനത്തിൽ മെർക്കുറി ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ആ നിലത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഒക്കെ ദോഷമാണ് അല്ലെ. എന്നാൽ നമ്മളെ LED-ന്റെ അകത്ത് എന്തില്ല? മെർക്കുറി ഇല്ല. ആ മെർക്കുറി ഉള്ളൊരു സാധനം ഉണ്ട്, അതാണ് ഫ്ലൂറസെന്റ് ലാമ്പ്. നമ്മൾ CFL, അതേപോലെ തന്നെ നമ്മൾ ട്യൂബ് ലൈറ്റ്, അതിൻ്റെ ഉള്ളിലൊക്കെ മെർക്കുറി ഉണ്ട്. എന്നാൽ നമ്മൾ LED-ന്റെ അകത്ത് എന്തില്ല? മെർക്കുറി ഇല്ല. അത് LED-ന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ലോങ് ലാസ്റ്റിംഗ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ലോ എനർജി കൺസപ്ഷൻ. അപ്പൊ ഇത്രയും പോയിന്റ് മലയാളത്തിൽ എങ്ങനെ പറയാൻ നോക്കി? ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിൽ ഊർജ്ജം നഷ്ടപ്പെടൂല, മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ദോഷമില്ല, പിന്നെ പ്രവർത്തിക്കാൻ കുറഞ്ഞ ഊർജ്ജം മതി, ഒരുപാട് ഈട് നിൽക്കും. ഓക്കെ, ഈ പോയിന്റ്സ് അങ്ങോട്ട് എഴുതി വെക്കുക. ഒരു 3 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിന്റ് ആണ്. ഒരിക്കലും ഇത് മിസ്സാക്കരുത്. ഇത് മിസ്സാക്കിയ വലിയ നഷ്ടമായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം മക്കൾ നോക്കിക്കോ. ഇതാണ് ചോദ്യം. വൈ നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഫിലമെന്റ്. നിക്രോം എന്തുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ ഉപയോഗിക്കാത്തത്? ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്തത്. നമ്മുടെ ബൾബിൻ്റെ അകത്തുള്ള ഫിലമെന്റ് ഇല്ലേ, ആ ഫിലമെന്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ നിക്രോം ഉപയോഗിക്കാത്തത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് നിക്രോമിന്റെ പ്രത്യേകതയും ടെങ്സ്റ്റന്റെ പ്രത്യേകതയും. രണ്ടിനും ഹൈ റെസിസ്റ്റിവിറ്റിയാ, രണ്ടിനും ഉയർന്ന റെസിസ്റ്റിവിറ്റിയാ, രണ്ടിനും ഹൈ മെൽറ്റിംഗ് പോയിന്റാ, ഉയർന്ന ദ്രവണാങ്ക. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ബൾബ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഫിലമെന്റ് ആയിട്ട് നിക്രോം ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. ഒരു സംശയം വേണ്ട, ആൻസർ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ഇതാണ് കാരണം. നിക്രോം ഡസ് നോട്ട് പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ്. നിക്രോമിന് ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തു വിടാനുള്ള കഴിവില്ല. എടാ നിക്രോം എത്ര ചൂടായാലും ലൈറ്റ് പുറത്തേക്ക് വിടൂല, ധവളപ്രകാശം പുറത്തേക്ക് വിടാനുള്ള കഴിവ് ആർക്കില്ല? നിക്രോമിനില്ല. അപ്പോൾ ലൈറ്റ് പുറത്തേക്ക് വിടാൻ കഴിവില്ലാത്തൊരു സാധനത്തിന് നമ്മൾ ബൾബിനുള്ളിൽ കയറ്റി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ ആൻസർ. ഓക്കെ, അപ്പോൾ മക്കളെ ഇനി അടുത്ത ചോദ്യം ഇതാണ്. If a bulb is lit after rejoining the parts of a broken filament, what change will occur in the intensity of the light from the lamp? എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. നമുക്ക് മലയാളം ഒന്ന് വായിക്കട്ടെ. പൊട്ടിയ ഫിലമെന്റിന്റെ ഭാഗങ്ങൾ വീണ്ടും യോജിപ്പിച്ച ശേഷം ഒരു ബൾബ് കത്തിച്ചാൽ ബൾബിൽ നിന്നുള്ള പ്രകാശത്തിന്റെ തീവ്രതയിൽ എന്ത് മാറ്റം സംഭവിക്കും? സംഭവത്തിലുള്ളൂ. നിങ്ങൾ കയ്യിൽ ഒരു ബൾബ് ഉണ്ടേന്, ആ ബൾബിന്റെ ഫിലമെന്റ് പൊട്ടിപ്പോയി, നിങ്ങൾ വീണ്ടും കൂട്ടിക്കെട്ടി, എന്നിട്ട് ആ ബൾബ് പ്രവർത്തിപ്പിക്കുകയാണ്. അങ്ങനെ ബൾബുകൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ബൾബിൻ്റെ പ്രകാശ തീവ്രതയ്ക്ക്, ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു ബൾബ് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ബൾബിൻ്റെ ഫിലമെൻറ്റ് പൊട്ടിപ്പോയിട്ട് വീണ്ടും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഫിലമെൻറ്റിൻ്റെ നീളം കുറയല്ലോ, ആ ഫിലമെൻറ്റിൻ്റെ ലെങ്ത്ത് എന്തായാലും കുറയല്ലോ. ഒരു സംശയമില്ല കാര്യത്തിൽ ലെങ്ത്ത് കുറയും അല്ലേ. ഒരു സാധനം നമ്മളെടുത്തൊരു കയറുണ്ട്, ആ കയർ നമ്മളിതാ വെട്ടി വീണ്ടും കൂട്ടിക്കെട്ടി, അപ്പം അതിൻ്റെ ലെങ്ത്ത് കുറയില്ലേ?
നീളം കുറയില്ലേ? അതേപോലെ തന്നെ ആ ഫിലമെന്റിന്റെ നീളം അഥവാ ലെങ്ത് കുറയും. ഫിലമെന്റിന്റെ നീളം അഥവാ ലെങ്ത് കുറഞ്ഞാലേ ആ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധവും കുറയും. ഓക്കെ, ലെങ്ത് അഥവാ നീളം കുറയുമ്പോൾ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസും കുറയും. അങ്ങനെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെയുള്ള കറണ്ട് കൂടും. ആ ബൾബിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും? കൂടും അല്ലെ? പ്രതിരോധം കുറയുന്ന സമയത്ത്, റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് കറണ്ട് കൂടും. അപ്പൊ കറണ്ട് കൂടുന്ന സമയത്ത് ആ ബൾബ് നന്നായിട്ട് കത്തും അല്ലെ? ആ ബൾബിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും? കൂടും. അതാണ് ഇവിടെ എഴുതി വെച്ചത്. മക്കൾ നോക്കിക്കോ. വെൻ ബ്രോക്കൺ ഫിലമെന്റ് റീജോയിന്റ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ഡിക്രീസസ്, so resistance of filament decreases. As a result, current flowing through the filament is increases, thereby intensity of light increases. മലയാളം: പൊട്ടിയ ഫിലമെന്റ് വീണ്ടും ചേരുമ്പോൾ അതിന്റെ യഥാർത്ഥ നീളം കുറയുന്നു, അതിനാൽ ഫിലമെന്റിന്റെ പ്രതിരോധം കുറയുന്നു. തൽഫലമായി ഫിലമെന്റിലൂടെ ഒഴുകുന്ന വൈദ്യുതി കൂടുന്നു, അവിടെയുള്ള പ്രകാശ തീവ്രത എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. വർദ്ധിക്കുന്നു എഴുതി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇത് ഒന്നാമത്തെ പാഠത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ബാക്കി നമ്മൾ ലൈവിൽ തകർത്ത് ആടാൻ പോവാണ്, നമ്മൾ പൊളിക്കാൻ പോവാണ്. ഇന്നുള്ള എല്ലാ ആൾക്കാരും കൂടെ വന്നോ, നമ്മൾ പൊളിക്കും, അടിച്ചു പൊളിക്കും. ഇനി ഇതേപോലെ രണ്ടാമത്തെ പാഠത്തിൻ്റെയും മൂന്നാമത്തെ പാഠത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, താഴത്ത് കമൻറ്റ് ചെയ്തോ, അതും ഞാൻ സെറ്റാക്കി തരും, ഏകൻ സെറ്റാക്കി തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ കാണാം. ബൈ.